IQOO റീസെൻ്റ്ലി ഒരുപാട് നല്ല സ്മാർട്ട് ഫോൺസ് മണി വാല്യൂ ഉള്ള സ്മാർട്ട് ഫോൺസ് നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. IQOO 7ഉം അതുപോലെ തന്നെ IQOO 7 Proയും ആ ഒരു പ്രൈസിൽ വളരെ നല്ല ഫോൺസ് ആയിരുന്നു. IQOO റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുള്ള മിഡ് റേഞ്ച് ഫോണാണ് IQOO Z3 എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 6GB 128GB വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 19,990 ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന മോഡൽ ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മൾക്ക് സ്നാപ്ഡ്രാഗൺ 768 ഉള്ള ഒരു പ്രൊസസ്സർ വരുന്ന ഫോൺ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് സുമി, ബിഹൈൻഡ് ദ ക്യാമറ നമുക്ക് കാർത്തികാണുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസസ് ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ IQOOൻ്റെ ബോക്സ് വരുന്നത്. ഇതിൽ നമുക്ക് ബ്ലാക്ക് ബോക്സിൽ യെല്ലോ ലെറ്റേഴ്സാണ് വരുന്നത്. നമ്മുടെ പോക്കോ ഫോൺസിൻ്റെ ബോക്സിന് സിമിലർ ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് 5G ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ ഓൾറെഡി 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഓൺലി 2 ബാൻഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നറിയുന്നത് നമുക്കൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ N77ഉം അതുപോലെ തന്നെ N78ഉം മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഫോൺ തുറന്ന് നോക്കാം. ഫോൺ തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ USB Type A to Type Cൻ്റെ ഒരു കേബിളാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ അവർ സാർ വാല്യൂ കൊടുത്തിരിക്കുന്നത് 0.95 ഹെഡിനും അതുപോലെ തന്നെ 0.74 വന്നിട്ട് ബോഡിക്കുമാണ്. അത് വളരെ കുറവ് തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ഒരു ഫോൺ കേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ബേസിക് വണ്ണാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫോൺ തന്നെയാണ് വരുന്നത്. നമുക്ക് ഫോൺ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നോക്കാം. നമ്മൾക്ക് ഇതിലൊരു ഹ്യൂജ് ചാർജറാണ് വന്നിട്ടുള്ളത്. 55 വാട്ടിൻ്റെ വിവോ ഫ്ലാഷ് ചാർജറാണ് ഇവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ചാർജറിൻ്റെ സൈസ് തന്നെയാണ് ഈ ഒരു USB കേബിളിന് ഇവർ ബാക്കേജിൻ്റെ കൊടുക്കാനുണ്ടായിരുന്ന റീസൺ. ഇനി നമ്മൾക്ക് ആക്ച്വലി ഡിവൈസിലേക്ക് വരാം. ഡിവൈസിൻ്റെ കളർ എന്ന് പറയുന്നത് ഏസ് ബ്ലാക്ക് കളറിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഒരു ഷൈനി ഫിനിഷാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രെയിമും പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് വളരെ കുറവാണ്. 186 ഗ്രാംസ് മാത്രമേ വരുന്നുള്ളൂ. ഇത് നമ്മൾ സ്നാപ്ഡ്രാഗൺ 768G വന്നിട്ട് ലെസ് കോസ്റ്റിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റ് കട്ടിങ്ങും കൂടിയിട്ടാണ്. ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം റോക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ബട്ടണും വരുന്നുണ്ട്. പവർ ബട്ടൺ തന്നെയാണ് ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറായിട്ടും വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ടോപ്പ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി മൈക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിം സ്ലോട്ട് വരുന്നുണ്ട്. സിം സ്ലോട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു SD കാർഡും ആഡ് ചെയ്യാൻ പറ്റും. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് നമുക്ക് കംപ്ലീറ്റ്ലി എംപ്റ്റി ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബോട്ടം പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. USB Type C പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3.5mm ജാക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ക്യാമറ ബമ്പ് അത്ര വലുതല്ല, പക്ഷെ നമുക്ക് ഈ ഫോൺ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഒരു പ്രീമിയം ഫീൽ വരുന്നില്ല. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഫുൾ ഫിംഗർ പ്രിൻറ്റ്സ് പതിയുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഫോൺ സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ ഫോൺ റൺ ചെയ്യുന്നത് ഫൺ ടച്ച് OSലാണ്. ഇത് നമ്മുടെ MIUIനേക്കാളും കുറച്ചുകൂടെ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സിമിലർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫോൺ വളരെ സ്മൂത്താണ്. അതുപോലെ തന്നെ Android 11ലാണ് റൺ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ റാം എന്ന് പറയുന്നത് 6GB + 1GB വെർച്വൽ റാമാണ്. അതായത് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്ന് നമുക്ക് 1GB റാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ 8GBൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3GB എക്സ്ട്രാ വെർച്വൽ റാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 120Hz LCD ഡിസ്പ്ലേ ആണ് നമുക്ക് പ്രൊവൈഡ് വരുന്നത്. നമ്മളിവിടെ ഡിസ്പ്ലേ സെറ്റിങ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്: 60, 90, അതുപോലെ തന്നെ 120Hz. ഇനി ഡീഫോൾട്ട് സെറ്റിങ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്മാർട്ട് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഫോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബ്ലോട്ട് വെയേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, മോജ്. പക്ഷേ ഇതെല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ MIUIയിലുള്ളത് പോലെ തന്നെ ഒരുപാട് ബ്ലോട്ട് വെയേഴ്സ് ഒന്നും ഇതിലില്ല. ഇനി നമ്മുടെ സ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് വളരെ നല്ലതാണ്. ഇൻഡോഴ്സിൽ സ്ക്രീൻ ക്വാളിറ്റിയും വളരെ നല്ലതാണ്. നമ്മുടെ റെഡ്മി നോട്ട് 10 സീരീസിലുണ്ടായിരുന്ന ആ ഒരു ലെവൽ AMOLEDൻ്റെ അത്ര നല്ലതല്ല, പക്ഷേ എന്നാലും ഒരു നല്ല LCD ആണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിലായിക്കൂടെ നമുക്ക് ഒരു സ്പീക്കറാണ് വരുന്നുള്ളൂ. ലൗഡ് സ്പീക്കറിൽ നമ്മുടെ സൗണ്ട് ക്വാളിറ്റി അത്ര നല്ലതല്ല. പക്ഷേ എന്നാലും നമുക്ക് ഇതിൽ ഒരു 3.5mm ജാക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആണ്.
ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെല്ലിംഗ് പോയിൻ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 768Gൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 27,000 വന്നിട്ടുണ്ടായിരുന്ന OnePlus Nordൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന സ്നാപ്ഡ്രാഗൺ 765Gൻ്റെ ഒരു ഓവർക്ലോക്ക്ഡ് വെർഷനാണ് സ്നാപ്ഡ്രാഗൺ 768G എന്ന് പറയുന്നത്. ഫോൺ ഗെയിമിങ്ങിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യും. ഗീക്ക് പെയിൻ സ്കോർ വന്നിട്ട് സ്നാപ്ഡ്രാഗൺ 855ക്ക് ക്ലോസർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ റിയൽമി X7ൽ വന്നിട്ടുണ്ടായിരുന്ന ഡയമൻസിറ്റി 800Uവിനെക്കാളും ബെറ്റർ ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഫോണിൽ നമുക്ക് സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ സൈഡ് മൗണ്ടഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണത്. ഇനി നമുക്ക് ഈ ഫോണിൽ 5 ലെവൽസ് ഓഫ് കൂളിംഗ് സിസ്റ്റം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഗെയിമിംഗ് പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് 55 വാട്ടിൻ്റെ ഒരു ചാർജറാണ് വരുന്നത്. വിവോ ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 19 മിനിറ്റ്സിൽ 50% ഇത് ചാർജ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ ഫോണിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡേ ലൈറ്റ് സാമ്പിൾസ് എന്ന് പറയുന്നത് മെയിൻ ക്യാമറയിൽ നമുക്ക് നന്നായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ അൾട്രാ വൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. നൈറ്റ് സാമ്പിൾസ് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. നമ്മൾ നൈറ്റ് മോഡ് എനേബിൾ ചെയ്തിട്ടുള്ള ഫോട്ടോസ് എന്ന് പറയുന്നത് ഓക്കെ ആണ്. നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതൊരു നോച്ചാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു പഞ്ച് ക്യാമറയ്ക്ക് പകരം നമുക്കൊരു നോച്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫുൾ ക്യാമറ കമ്പാരിസണും അതുപോലെ തന്നെ ഫോൺ റിവ്യൂവും നമുക്ക് കുറച്ച് ദിവസം ഫോൺ യൂസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ IQOO Z3ൻ്റെ അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ നമുക്കൊരു സ്നാപ്ഡ്രാഗൺ 768G വരുന്നുണ്ട് 19,990 റുപ്പീസിന്. നമ്മുടെ 8GB 128GBൻ്റെ വെർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20,990യും അതുപോലെ തന്നെ 256GBൻ്റെ വെർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21,990 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഫുൾ റിവ്യൂ ചെയ്യണോ അതോ നമ്മുടെ റെഡ്മി നോട്ട് 10 Pro Maxുമായിട്ടുള്ള കമ്പാരിസൺ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ കമൻസിൽ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഫോൺ സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഫോൺ ഫൺ OSലാണ്, ഫൺ ടച്ച് OS.